പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, കാൽവേരിക്കുള്ളൊരു യാത്ര 3-ാം ദിവസം വരെ എത്തി. നമ്മൾ ഓരോ ദിവസം രക്ഷകനായ കർത്താവായ യേശു മിശിഹായെ കാണുവാൻ വേണ്ടി, രക്ഷകനായ കർത്താവിനെ അനുഭവിക്കാൻ വേണ്ടി, രക്ഷകനായ കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി, എൻ്റെ ജീവിതത്തിലേക്ക്, പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് എൻ്റെ കർത്താവിനെ ഞാൻ സ്വീകരിച്ച ശേഷം എൻ്റെ പാപത്തെ, നമ്മുടെ എല്ലാവരുടെയും പാപത്തെ പൂർണ്ണമായി ഇല്ലാതാക്കി ദൈവവിശ്വാസത്തിലും ദൈവശരണത്തിലും ജീവിക്കേണ്ട ഒരു സമയമാണെന്ന് ഈ നൊയമ്പ് കാലം. നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ചില സമയം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ചില സമയത്ത് എനിക്കൊരു വിശ്വാസക്കുറവുണ്ട്. ശരിക്കും കർത്താവ് എന്തായിരിക്കും എന്നോട് ഈ ഒരു സങ്കടം, അല്ല എന്നോട് ഈ ദേഷ്യം കാണിക്കുന്നത്? എൻ്റെ സങ്കടം മാറുന്നില്ല, എൻ്റെ വിഷമങ്ങൾ മാറുന്നില്ല, എൻ്റെ ഭാരങ്ങളും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളെടുത്തിരിക്കുന്ന വചനഭാഗം അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യമാണ്. അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. പ്രിയമുള്ളവരെ, വിശ്വാസമില്ലാത്തൊരു മനുഷ്യൻ പോലും കർത്താവേ അങ്ങ് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസമില്ലാത്ത സ്ഥലത്തും നമുക്കറിയാം ദൈവം എന്നൊരു ശക്തിയുണ്ട്. ദൈവം ഈ ലോകത്തിലുണ്ട്. ഈ ലോകത്തെ സൃഷ്ടിച്ചതും ഈ ലോകത്തെ പരിപാലിക്കുന്നതും ദൈവമാണെന്ന് നമുക്കറിയാം. ഇവിടെ സൗൽ, അവൻ്റെ ജീവിതത്തിൽ ഇന്നലെ വരെ ക്രിസ്ത്യാനികളെ, സത്യവിശ്വാസികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കടന്നു വരികയാണ്. നമ്മൾ മനസ്സിലാക്കണം, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. പ്രിയമുള്ളവരെ, ആദ്യമേ മനസ്സിലാക്കുക, എനിക്ക് സാധിക്കത്തില്ല, ഞാനിത് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല. ചില വ്യക്തികളുണ്ട്, അച്ഛാ, വർഷങ്ങളായിട്ട് എനിക്ക് ഈ പാപമുണ്ട്, ഞാനിതിൽ നിന്ന് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അച്ഛാ, പക്ഷെ ഞാൻ ഒരിക്കലും പുറത്തു വരാൻ സാധിക്കുന്നില്ല. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ അഭിഷേകത്താൽ ഏത് പാപത്തെയും, ഏത് പ്രശ്നത്തെയും, ഏത് ബുദ്ധിമുട്ടും ഞാൻ നീക്കിക്കളയും എന്നൊരു വിശ്വാസം നമുക്കുണ്ടാവണം. ആദ്യമേ മനസ്സിലാക്കുക, വർഷങ്ങളായിട്ട് നമ്മളോട് കൂടെ കൂടിയ പാപമായാലും ഈ നോയമ്പുകാലത്ത് നമുക്ക് പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ നമുക്ക് എല്ലാത്തിനെയും നമ്മുടെ ജീവിതത്തിൽ നിന്നേക്ക് പുറത്ത് കളയാം. കൂടുതലായി ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം. നമ്മളെല്ലാവരും നമ്മളെ തന്നെ പീഡിപ്പിക്കുന്നുണ്ട്, നമ്മൾ മറ്റ് വ്യക്തികളെയും പീഡിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പാപം മുഖേന നമ്മൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും പീഡിപ്പിക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ പാപങ്ങൾ കാരണം മറ്റ് വ്യക്തികളും ഈ പീഡനം ഏൽക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധിയിലും വിശ്വാസത്തിലും നമ്മളെ കാത്തു സൂക്ഷിക്കണം. ആദ്യം മനസ്സിലാക്കുക, ദൈവം വിശ്വാസികളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വിശ്വാസികൾ പ്രാർത്ഥിച്ചപ്പോഴാണ് സൗലിൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായത്. ആ പ്രശ്നം മുഖേന അവൻ പൗലോസായി മാറി. അപ്പം നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് ദൈവം അപ്പോസ്തല പ്രവർത്തനത്തിൽ സൗലിനോട് പറഞ്ഞത്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ്. ഓരോ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ അശുദ്ധിയെ നീക്കം ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അശുദ്ധിയെല്ലാം ദൈവം നീക്കം ചെയ്തു തരും. രണ്ടാമത്തത് മനസ്സിലാക്കാം, പാപം ഇന്ന് സുഖകരമാണെങ്കിലും നാളെ അത് നമ്മളെ തന്നെ തകർത്തിക്കളയും, ഇല്ലാതാക്കും. അപ്പോൾ പാപത്തിൽ നിന്നും ഓടി അകലണം. പാപത്തെ കാണുമ്പോൾ ഓടിപ്പോകണം, ദൈവത്തിലേക്ക് പോകണം, ദൈവവിശ്വാസത്തിലേക്ക് പോകണം, ആരാധനയിൽ പോകണം, വചനം വായിച്ച് നമ്മളെ തന്നെ ശക്തിപ്പെടുത്തണം. എന്നാൽ ഏറ്റവും അടിസ്ഥാനമായ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവശക്തിയിൽ ആശ്രയിക്കുക. ഞാനെന്ന വ്യക്തി ഒന്നുമല്ല, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു ചെറിയ അസുഖം വന്നാൽ പോലും നമ്മൾ ആശ്രയിക്കുന്ന പ്രാർത്ഥനയും ഒരു മരുന്ന് കഴിച്ചാണ് അത് മാറുന്നത്. അപ്പം ഞാനെന്ന വ്യക്തി ഒന്നുമല്ല, നമ്മൾ ആരും ഒന്നുമല്ല, ഉള്ളതെല്ലാം ദൈവമാണ്, ദൈവശക്തിയാണ്. അതുകൊണ്ട് കൃത്യം ഓർക്കുക, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ഈ നോയമ്പ് കാലത്ത് ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ നമുക്ക് നമ്മളെ തന്നെ പരിമേൽപ്പിച്ചു കൊടുക്കാം. നമ്മളെല്ലാവരും
ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കട്ടെ, നമ്മൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പാപത്തിൽ എവിടെ കടന്നാലും, എത്ര ആഴത്തിലായാലും, എത്ര വലിയ പ്രശ്നത്തിലായാലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ മതി, നമ്മുടെ തമ്പുരാൻ നമ്മളെ രക്ഷപ്പെടുത്തും. ഈ നോയമ്പ് കാലത്ത് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ആമേൻ.